കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് യുവനേതാക്കൾ സമരങ്ങളുടെ വേലിയേറ്റത്തിൽ നിൽക്കുകയാണ് സംസ്ഥാനത്ത്. യുവനേതാക്കൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഒരു മഹാസാഗരം പോലെ ഇളകുകയാണ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വലിച്ചു കീറുന്നത് കാണുമ്പോൾ സത്യത്തിൽ ആ മുഖ്യനോട് സഹതാപം തോന്നുകയാണ്. കൊലപാതകങ്ങളും വിലക്കയറ്റവും കൊണ്ട് മാത്രം പിണറായി വിജയൻ്റെ സർക്കാർ ഈ രാജ്യത്ത് പേരെടുത്തു കഴിഞ്ഞു. തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈമുതലായുള്ളൊരു മുഖ്യമന്ത്രിയും കുടുംബവും ഈ നാട് ഭരിക്കുമ്പോൾ സമരം ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ലാതായിരിക്കുന്നു എന്നാണ് ഈ യുവ നേതാക്കൾ വിളിച്ചു പറയുന്നത്. അതാണ് ജനങ്ങൾ സമ്മതിക്കുന്നതും. ജീവന് വേണ്ടി യാചിക്കുന്നവരുടെ സമരവും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയവരുടെ സമരവുമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകുന്നു. കേരളത്തിൽ വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകേട് കൊണ്ട് അദ്ദേഹം ഭരിക്കുന്ന വകുപ്പുകളും ഇപ്പോൾ ഒരു വിലയുമില്ലാതെ അധപ്പതിച്ചിരിക്കുന്നു. ഈ രാജ്യം തന്നെ പുകഴ്ത്തിപ്പാടിയ ഒരു സംവിധാനമാണ് കേരള പോലീസ്. പക്ഷേ കേരള പോലീസിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് ലജ്ജിക്കുകയാണ് പാവം ജനങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടാൽ രാജിവെച്ച് പോകുന്നതാണ് പിണറായിക്ക് നല്ലത് എന്ന് തോന്നിപ്പോകും. രാഹുലിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇതൊക്കെ ചുമ്മാ വരട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇത് കണ്ടിട്ട് ആര് വരണം? ഈ വിജയൻ സ്ഥിരമായിട്ട് റിയാസിനെ മാത്രം കാണുമ്പോഴാണ് യുവജന നേതാക്കന്മാരോട് ഇത്ര പുച്ഛമുണ്ടാകുന്നത്. കേരളത്തിലെ എല്ലാ യുവജന നേതാക്കന്മാരും റിയാസിനെ പോലുള്ള ആളുകളല്ല എന്ന് ആദ്യം വിജയൻ ഒന്ന് മനസ്സിലാക്കണം. ഒരു വണ്ടിമേൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കിടത്ത് കറക്കിയാൽ ഈ കോൺഗ്രസിന്റെ യുവജന നേതാക്കന്മാര് പേടിച്ചെന്റെ വീട്ടിൽ പോകുന്നതാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? വെറുതെയാണ്. അതൊക്കെ ഇയാളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും പേടിക്കാനും വരലാനും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇത്രാം തീയതി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയേക്കാമെന്ന് വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുള്ള ആശങ്ക ഞങ്ങൾക്കില്ല. അങ്ങനെയൊന്നും വരട്ടാൻ നോക്കണ്ട. അങ്ങനെയൊക്കെ വരട്ടാൻ നോക്കിയ സമരം കൂടുതൽ അഗ്രസീവായി പോവുകയുള്ളൂ. ഇന്നലെ ഇവിടെ ഞങ്ങള് രാത്രിയിൽ മാത്യുവിനോടും ഷിയാസിനോടുള്ള പ്രശ്നം എന്താ? മാത്യുവിനോടുള്ള പ്രശ്നം ഈ തിട്ട് ഫാമിലിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാസ് ഈ തിരുട്ട് ഫാമിലിക്കെതിരായിട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ പേരിൽ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കൈകാര്യം ചെയ്യാമെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ കേരളത്തിൽ ഈ 50,000 പോലീസുകാരെ വെച്ചിട്ട് കൈകാര്യം ചെയ്ത് നിന്നു കൊടുക്കുന്ന ആളുകളെ ഞങ്ങളെന്നാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? വെറുതെയാ. ഈ സമരമൊക്കെ സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതല്ല, മറിച്ചൊരു എക്സ്ട്രീമും എക്സ്റ്റൻഡുമാണ് വിജയൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തൊന്നും പോകാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ നന്നായി തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊന്നും പേടിപ്പിക്കാനായിട്ട് വിജയൻ നിൽക്കില്ല. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഈ വിഷയങ്ങളിലെല്ലാം ഇന്നലെ അവർ ചെയ്തൊരു ധർമ്മസമരം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഞങ്ങൾ ചെയ്യുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്, ഇനി ഒരു ചെറുപ്പക്കാരൻ അത്തരത്തിൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമരങ്ങൾ ഞങ്ങൾ ക്യാരി ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മാത്യുവും ഷിയാസും അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെട്ടെന്നുള്ള അറസ്റ്റാണ്. സ്വാഭാവികമായിട്ടും സമരപ്പന്തൽ ഉണ്ടായിരുന്ന രാത്രിയിൽ സ്ത്രീകളടക്കം ഉള്ള ആളുകൾ സമരം ചെയ്തു. ഒന്നുമില്ല, റൂട്ടിൽ പോയിട്ട് സമാധാനത്തോടെ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്നു. പോലീസുകാരെന്താ ചെയ്തത്? ഇവിടുത്തെ ഒരു AC-യും ഒരു CA-യും കൂടെ ചേർന്നിട്ട് അവരെ അസഭ്യ വർഷം ചെയ്തു. കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചു. വ്യംഗ്യമായ അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു. ഇരുട്ടിന്റെ മറവിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഒരു കാര്യം പറയട്ടെ വിനീത, ഞങ്ങൾ അതൊന്നും നോക്കി നിൽക്കില്ല. ഇവിടെ ഈ സത്യാഗ്രഹ പന്തലിൽ, നിരാഹാര പന്തലിൽ ഞങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിരാഹാര പന്തലിലാണ് ഇരിക്കുന്നത്. മൃതശരീരങ്ങളായിട്ട് മോർച്ചറിയിൽ ഇരിക്കുകയല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇറങ്ങിയാൽ ആ പോലീസിനെ കൈകാര്യം ചെയ്യാനൊക്കെ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ ഈ പോലീസിനൊന്നും മാനിക്കുന്നില്ല, ഈ സർക്കാരിനെ മാനിക്കുന്നില്ല. നമ്മൾ പുല്ലുവില പോലും ഈ സർക്കാരിന്റെ പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് കള്ളന്മാർക്ക് എസ്കോർട്ട് പോകുന്ന പോലീസാണ്. കൊള്ളക്കാരനായ മുഖ്യമന്ത്രിക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ്. ആ വിലയൊക്കെ ഈ പോലീസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമരപ്പന്തലങ്ങൾ പൊളിച്ചാൽ ആ സമരം അവസാനിക്കുന്നൊന്നും വിജയനും വിജയന്റെ കൂട്ടുകാരും വിചാരിക്കേണ്ട.